ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഇന്നിവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കും. ഈ തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം. പായസം വെക്കാനൊന്നും അല്ല കേട്ടോ, പായസം ഒന്നും വെക്കാനല്ല, അല്പം വേപ്പില കട്ടി ചമ്മന്തിപ്പൊടി ഇല്ലേ അതുണ്ടാക്കാനാട്ടോ. അപ്പം ഇപ്പം ഇടയ്ക്ക് മഴ പെയ്യുമെന്നല്ലാണ്ട് നമുക്ക് ഇപ്പൊക്കെ ഇന്നൊക്കെ തോർച്ചയെന്നല്ലേ. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തീരെ വയ്യാത്ത അവസ്ഥയൊക്കെ, ഇനി മഴയൊക്കെ ആകുമ്പോൾ ജലദോഷം പനി അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാവും. ഒന്നും ഇല്ലെങ്കിലോ നമുക്ക് വയ്യായികയൊക്കെ ആയാൽ കൊച്ചിനെയൊക്കെ സ്കൂളിൽ വിടാനുള്ളതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അതിനൊരു റെമഡി ആവുമല്ലോ. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരാണെങ്കിലും ഒത്തിരി എരിവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയ പിള്ളേരാണെങ്കിലും ചോറക്കൊണ്ണ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം ഇനി ആദ്യമേ ഞാനെടുത്ത് ഈ തേങ്ങ ചിരണ്ടാൻ കേട്ടോ. ഇനി കരിയാപ്പില വേണം, അതുപോലെ ഇഞ്ചി ചിരണ്ടി എടുക്കണം, പിന്നെ വെളുത്തുള്ളി, പിന്നെ എന്താ വേണ്ടത്, അതുപോലെ വറ്റൽമുളക് വേണം, പിന്നെ പുളി വേണം, ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാറുള്ളൂ. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ ഈ തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കട്ടെ. കണ്ടോ, നമ്മുടെ പൊന്നൂസ് എന്ത് ചെയ്യുന്ന ആരും നോക്കണ്ട. നമ്മുടെ പൊന്നൂസ് ഇവിടെ തന്നെ എൻ്റെ ഒപ്പം ഇരുന്ന് ഇച്ചിരി ഒരു തേങ്ങാക്കൊത്തൊക്കെ വാങ്ങിച്ച് തിന്നോണ്ടിരിക്കും കേട്ടോ. പൊന്നൂസ് ഒരു ഹായ് പറ, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും. എല്ലാവർക്കും സുഖാണോന്ന് ചോദിച്ചേ. പേടിപ്പിക്കണം. അപ്പം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണതിനുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. തേങ്ങ ചിരണ്ടി ഒരു 3 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ വറ്റൽമുളക് പതിയെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ കവറിൽ ഞാൻ കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിറകടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. വിറകടുപ്പ് അല്ലെങ്കിൽ ഗ്യാസിലൊക്കെ ആണെങ്കിൽ ഇത് ഒത്തിരി ഗ്യാസ് ചിലവാകും. അതുകൊണ്ട് വിറകടുപ്പിൽ ഉണ്ടാക്കിയിട്ടോ നമുക്ക് ഒത്തിരി ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും. ഇത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ചെറിയ ഉരുളിയാട്ട വെച്ചേക്കണം. അടി കട്ടിയുള്ളതാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കില്ലല്ലോ. അടി പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇത്തിരി വറ്റൽമുളകും കൂടെ വേണമെന്ന് തോന്നുന്നു. ഞാൻ പിള്ളേർക്കായാലും ഇച്ചിരി എരിവ് കുറഞ്ഞിരുന്നോട്ടെ എന്ന് ഓർത്താണ് ഇത് കുറച്ചെടുത്ത്. പക്ഷേ ഇത്തിരി കൂടെ വേണം. ഞാൻ ഇത്തിരി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കും കേട്ടോ. ഇത്രയും തേങ്ങയില്ലേ, ചെറിയ ഉരുളിക്ക് ഏകദേശം നിറച്ചുണ്ട്, 3/4 ഭാഗം. ഇനി ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ കറിവേപ്പിലയെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കണവർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, കറിവേപ്പില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു നല്ല കവർ അല്ലെങ്കിൽ ഒരു ബോക്സ് അതിൽ എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ ചീത്തയായി പോകില്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കരിയാപ്പിലയൊക്കെ ഞാൻ നന്നായിട്ടുണ്ട്. പിന്നെ മെയിൻ അതാ വേപ്പില കട്ടിന്നല്ലേ പറയാനത്. ഞാൻ ഇച്ചിരി കരിയാപ്പില കിട്ടിയപ്പോൾ, കരിയാപ്പില ഇവിടെ ഉണ്ട് എന്നാലും കൂടുതൽ കിട്ടിയപ്പോൾ ഞാനൊരു കവറിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് 2-3 ആഴ്ചയായി. എന്നാലും ഇത് കണ്ടോ നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. ഏകദേശമൊക്കെ ആയി കാണും. ഇത്രയൊക്കെ കരിയാപ്പില മതിയായിരിക്കും. ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു കവറിൽ നമ്മൾ കെട്ടിവെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, ചുമ്മാ പുറത്ത് വയ്ക്കല്ലേ. നമുക്ക് ഇളക്കൊക്കെ ഒന്ന് തുടങ്ങാം. ആദ്യം ഒന്ന് സൂക്ഷിച്ച് ഇളക്കണം, കാരണം പുറമേ പോകും. ചെറുതായതുകൊണ്ട് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ അടി പിടിക്കാണ്ട് നോക്കണം. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേന്ന് ഒന്ന് കമൻറ്റ് കണ്ടിട്ട് വേറെ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന്
ഒരു വെറൈറ്റി ഒക്കെ ആണെങ്കിൽ ഇതുണ്ടാക്കിയ ഇത് തന്നെയാണെങ്കിലും കൂട്ടി ചോറിനാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമാണ് ഇതിനുള്ള ഇത് നോക്കിയിരിക്കണം, പക്ഷെ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത്. പക്ഷെ ഇന്ന് നല്ല പുറത്തിറങ്ങി ചെടി നടാൻ അങ്ങനെയൊക്കെ നല്ല ദിവസമായിരുന്നു. നല്ല വെയിലാട്ടോ. ഇപ്പോഴും വെയിൽ തെളിഞ്ഞാണിട്ട്. ഇത് മഴ പെയ്തിട്ടൊന്നുമില്ല, നല്ല വെയിൽ. വെയിറ്റ് ഉച്ചയായി ഏകദേശം. ഇത് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, പക്ഷെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പൊന്നൂസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പൊന്നൂസിനെ ഉറക്കി കഴിഞ്ഞ് ഞാൻ വീണ്ടും എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ഉറക്കാൻ പോയി. ഉറക്കി കഴിഞ്ഞ് വന്നിപ്പോ അടുപ്പത്ത് വെച്ചതാണ് അല്ലേ. ഒരിത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്താലേ. അങ്ങനെയൊക്കെയാണ്. എല്ലായിടത്തേക്കും മഴയൊക്കെയാണ്. അതുകൊണ്ട് എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ജൂണിൽ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് തുണി ഉണങ്ങി കിട്ടാനും അങ്ങനെയൊക്കെയുള്ള വെയിലൊക്കെ തെളിഞ്ഞുല്ലോ. ഇന്ന് ഞാൻ ഇതിനിടയ്ക്ക് അത്യാവശ്യം തുണി ഉണങ്ങാനുള്ളതൊക്കെ അതും ഉണങ്ങിയെടുത്തു. അലക്കാനൊക്കെയുള്ള അലക്കി എല്ലാം ഉണങ്ങിയെടുത്തു കേട്ടോ. നമുക്കിതിന് ഈ വറ്റൽമുളകൊന്നും ഇല്ലയെന്ന് ഓർത്ത് നമുക്ക് ഇതുണ്ടാക്കണേന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തേങ്ങയൊക്കെ പാകമായി വന്നു കഴിയുമ്പോൾ അല്പം മുളക് പൊടി അങ്ങ് ചേർത്തങ്ങ് ഇത് വാങ്ങി പുറത്ത് അടുപ്പിൽ നിന്ന് നമ്മൾ വാങ്ങി വെക്കില്ലേ, വാങ്ങി വെച്ച് കഴിയുമ്പോൾ മുളക് പൊടി ഇട്ടിട്ടങ്ങ് പതിയെ അങ്ങ് ഇളക്കി മൂപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഇട്ടത് കരിഞ്ഞു പോയി പുറത്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കും. ഇന്ന് ഇത് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഭയങ്കര മടിയായിരുന്നു. ഞാൻ 2-3 ദിവസമായി ഇത് കരുതിയിരിക്കണം. 2-3 ഒരാഴ്ചയായി. ഞാൻ എനിക്ക് കരിയാപ്പല കിട്ടിയപ്പോൾ തൊട്ട് എന്നാൽ കൂടുതൽ കരിയാപ്പല ഉണ്ടല്ലോ, എന്നാൽ ഇതുകൊണ്ട് വേപ്പില കട്ടി ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷെ നീണ്ട് 2-3 ആഴ്ച പിന്നിട്ടു കേട്ടോ. അത്രയ്ക്ക് മടിയായിട്ടായിരുന്നു. പക്ഷെ നമ്മൾ മടി പിടിച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഓർത്തു അത്യാവശ്യം അലക്കും പറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി നേരമായി. അപ്പം ഞാൻ ഓർത്തു ഇനി നാളെ ആട്ടേന്ന്. നാളെ ഇങ്ങനെ തന്നെ പോകും. നമുക്ക് എന്ത് പണിയില്ലെങ്കിലും നമ്മുടെ സമയം അങ്ങനെ തന്നെ അങ്ങ് പോകും. നമ്മൾ മടി പിടിച്ചിരുന്നാൽ പോകുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓർത്തു മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ വേഗം തേങ്ങയൊക്കെ ചേർത്തിയത്. ഈ പരിപാടി ഇത്തിരി ക്ഷമയോടെയൊക്കെ നമ്മൾ ചെയ്യാനുള്ള കേട്ടോ. ഇത്തിരി നേരം എടുത്തൊക്കെയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഇച്ചിരി തീയൊക്കെ കൂട്ടിയിട്ടാൽ ഗ്യാസിനാണെങ്കിൽ കുഴപ്പമില്ല, മീഡിയത്തിലിട്ടാൽ മതി. പക്ഷേ ഇതിൽ ഇച്ചിരി നമ്മൾ വിറക് കൂട്ടി വെക്കുകയോ ചെയ്യുമ്പോൾ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ക്ഷമയെടുത്തൊക്കെ നമുക്ക് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം അടിയിൽ പിടിക്കില്ലാത്ത ഭാഗമായിട്ടോ. അപ്പം നമുക്ക് എപ്പോഴും അങ്ങ് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ആവണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് അടി പിടിക്കും. ഇനി ഒന്ന് കൈ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തേങ്ങ ഏകദേശം ഈ പരുവമൊക്കെ ആയിട്ടോ. പിന്നെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഒന്ന് ഒത്തിരി നേരം ഇപ്പം ഇത്ര നേരം ഇളക്കി അത്രയും ഇനി ആവശ്യമായി വരില്ല കേട്ടോ. ഇത്രയൊക്കെ ആയാൽ നമുക്കൊരു സമാധാനമുണ്ട്. നമുക്ക് ഓൾറെഡി നല്ല വെയിലുള്ള ദിവസം കേട്ടോ. ഇപ്പോൾ ഈ അടുപ്പിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് പരുവായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ആയിട്ടില്ല, റെഡിയായിക്കൊണ്ടിരിക്കും. ആദ്യം നിറച്ചുണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ കുറഞ്ഞു പോയില്ലേ നോക്കി. തേങ്ങ മറന്നു കഴിഞ്ഞപ്പോൾ കണ്ട. അപ്പം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി നമ്മുടെ തേങ്ങ ഏകദേശം നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ഇതുണ്ട്, ഞാൻ അപ്പുറത്തേക്ക് മാറ്റി കാണിച്ചു തരാം. നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങാൻ പോവാം, അല്ലെങ്കിൽ ഇനി കരിയൊക്കെ ചുവയ്ക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തേങ്ങ പാകമായില്ലേ കണ്ടോ. ഇത്തിരി ഒന്ന് അടി പിടിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ ഫ്രണ്ടിൽ പോയപ്പോഴത്തേക്കും ഇത്തിരി ഒന്ന് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് പോയത്. എന്നാലും
ഇനി ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് ആറട്ടെ. എന്നിട്ട് നമുക്ക് പുളിയും വാളംപുളിയും ഉപ്പും കൂടെ കൂട്ടി പൊടിച്ചെടുക്കാം. ഇതിൽ ഇരുന്നൊന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഉരുളിയല്ലേ, നല്ല ചൂടല്ലേ, ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സ്മെല്ലൊക്കെ നന്നായിട്ട് പൊങ്ങി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തേങ്ങയുടെ ചൂടൊക്കെ ആറി ഞാൻ ഒരു മിക്സിയുടെ ഉണങ്ങിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നിറച്ച് വിടണ്ട, കുറച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു ഇത്തിരിയൊക്കെ വലിയ ജാറിലേക്ക് എടുത്തിട്ട് ഇത്രയൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ഓരോ തവണ എടുക്കുന്നു അതതിൻ്റെ പാകത്തിനാട്ടോ. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഇതിനെന്നാ കുറവെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ലേ. അങ്ങനെ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് പോകാം കേട്ടോ. കുറച്ച് പുളി, ഉരുണ്ടയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാവേ. കണ്ടോ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ കളറ് കണ്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ പാകം. ഞാനിങ്ങനെ ഡ്രൈ ആയ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ഇട്ട് വയ്ക്കുക. നമുക്ക് അടുത്തതും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇത് ലാസ്റ്റത്തെ കേട്ടോ കുറച്ചുള്ളൂ. അപ്പോൾ ഇത് ബാക്കിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി അതിൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കേണ്ടത് ഈ ലാസ്റ്റത്തേലാണ് കേട്ടോ. ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിട്ടിട്ട്, പുളിയാണ് കുറവെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്ത് ഇതിലെടുക്കണം. നമുക്ക് തിളക്കി ഞാൻ ഉപ്പിൻ്റെ കുറവാണുള്ളത്, പുളിയുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെച്ച പുളി കുറച്ചിട്ടിട്ട് ഉപ്പൽപ്പം കൂട്ടിയിടണം. ഇത് അരച്ചെടുക്കാം. അപ്പം ഇത് ഒത്തിരി നേരം അരച്ചോണ്ടിരുന്ന ചിലപ്പോൾ എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം അരക്കരുത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യാം. എണ്ണയൊക്കെയുള്ള തേങ്ങയാണെങ്കിൽ എണ്ണ വരും. അപ്പോൾ അതേ ഞാൻ പൊടിച്ചെടുത്തത് ഇത്ര, ഈ പാത്രത്തിന് ഇത്ര കിട്ടിയിട്ടോ. അപ്പം ഇനി ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, ഒക്കെ കറക്റ്റാണ്. ഇത് മതി. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചോറിനാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇന്ന് ഇത് എഡ്മിൻകുട്ടൻ കാണുവാണെങ്കിൽ എഡ്മിൻകുട്ടൻ പറയും വരുമ്പോൾ തന്നെ ചോറ് തരാൻ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാവും ചെയ്യും. നമുക്കിപ്പോൾ ഇത്ര വയ്യാന്ന് തോന്നുമ്പോൾ ഇപ്പോൾ ചമ്മന്തിപ്പൊടി നമുക്കിപ്പോൾ എണീക്കാൻ ഇന്ന് എന്തെങ്കിലും വയ്യായൊക്കെ തോന്നി നേരത്തെ എണീക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ചമ്മന്തിപ്പൊടി ഇരിക്കണ്ടല്ലോ, അല്പം മോരും കൂടെ കൊടുത്തു വിട്ടാൽ കൊച്ചിനുള്ള കറിയായാലോ. അപ്പോൾ ഇത്ര നേരം കൂടെ നമുക്ക് ഭയങ്കര കിടക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെയൊക്കെ പ്രയോജനമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം ഇനി ഒരു അടിപൊളിയായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.